ഇന്ന് നമുക്ക് ക്യാൻവയുടെ ലേറ്റസ്റ്റ് ഫീച്ചറായ മാജിക് സ്റ്റുഡിയോയെ കുറിച്ച് പഠിക്കാം. മാജിക് സ്റ്റുഡിയോ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇമേജുകളെയും അതുപോലെ തന്നെ വീഡിയോസിനെയൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സപ്പോസ് നമുക്കൊരു വീഡിയോയിലോ അല്ലെങ്കിൽ ഒരു ഇമേജിലോ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് AI ടൂളുകളായ മാജിക് റിമൂവർ യൂസ് ചെയ്തുകൊണ്ട് മാജിക് BG റിമൂവർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അത് പെട്ടെന്ന് നമുക്കത് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കൊരു ഇമേജിൻ്റെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഒരു ചെറിയൊരു ഇമേജ് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ മാജിക് സ്റ്റുഡിയോസിൻ്റെ എക്സ്പാൻഡ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അത് വളരെ ഈസി ആയിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇന്നത്തെ ട്യൂട്ടോറിയൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാൻവയുടെ ലേറ്റസ്റ്റ് AI ഫീച്ചറായ മാജിക് സ്റ്റുഡിയോയെ കുറിച്ചിട്ടാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേഷ് നീലകണ്ഠൻ. വെൽക്കം ടു രാജ് ഗ്രാഫിക്സ്. മാജിക് സ്റ്റുഡിയോയുടെ ഫസ്റ്റ് ഫീച്ചറായ മാജിക് എക്സ്പാൻഡിനെ കുറിച്ച് നമുക്ക് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ കസ്റ്റം സൈസിൽ ഒരു പുതിയൊരു ആർട്ട് ബോർഡ് ക്രിയേറ്റ് ചെയ്തു. സോ ഞാനിവിടെ 1920 ഇൻറ്റു 1080 സൈസിലുള്ള ഒരു ആർട്ട് ബോർഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ക്രിയേറ്റ് ന്യൂ ഡിസൈൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു. സോ നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒരു ഇമേജ് പ്ലേസ് ചെയ്യണം. അതിന് ഞാൻ എലമെൻറ്റ്സ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഒരു ഇമേജ് ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ ഞാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. ഇമേജ് സെലക്ട് ചെയ്യാം. നമുക്ക് പൊസിഷനിൽ പോവാം. ഇവിടെ നമുക്ക് മിഡിൽ സെൻറ്ററായിട്ട് നമുക്ക് അലൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് എന്ത് വേണം, നമുക്ക് ഇമേജ് സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സോ അതിന് മുന്നായിട്ട് നമുക്ക് എന്ത് വേണം, അതിന് മുന്നായിട്ട് നമുക്ക് ഈ ജസ്റ്റ് ഇമേജ് ഒന്ന് നമുക്ക് അനലൈസ് ചെയ്യണം. ഓക്കെ, എന്താണ് മാജിക് എക്സ്പാൻഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഈ ഇമേജിനെ ഒന്ന് അനലൈസ് ചെയ്യണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു ബൾബിൻ്റെ ഒരു ഗോളം കാണാം. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു സോഫ, നമുക്ക് ജസ്റ്റ് ഇവിടെ ഹാഫ് ആയിട്ടുള്ള സോഫ നമുക്കിവിടെ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇമേജ് നിങ്ങൾ ശ്രദ്ധിക്കണം. മാജിക് എക്സ്പാൻഡ് എന്താണ് വർക്ക് ആവുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഞാൻ ഇത് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാം മാജിക് സ്റ്റുഡിയോ എന്നൊരു ഓപ്ഷൻ. ഈ മാജിക് സ്റ്റുഡിയോ എന്ന ഓപ്ഷൻ നമുക്ക് ക്യാൻവയുടെ പ്രോ വെർഷനിൽ മാത്രമാണ് നമുക്ക് അവൈലബിൾ ഉള്ളൂ. ഫ്രീ വെർഷനിൽ നമുക്ക് മാജിക് സ്റ്റുഡിയോ വെർഷൻ നമുക്ക് അവൈലബിൾ അല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും എന്ത് വേണം, മാജിക് സ്റ്റുഡിയോ നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ പ്രോ വെർഷൻ നിങ്ങൾ പർച്ചേസ് ചെയ്യണം. ഓക്കെ, സോ നമുക്കിവിടെ ഈ ആരോ കോർണർ, ഇവിടുത്തെ ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാം മാജിക് എക്സ്പാൻഡ് എന്ന ഓപ്ഷൻ. ഞാൻ ഈ മാജിക് എക്സ്പാൻഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ നമുക്ക് 3 കാറ്റഗറി കാണാം. ഫ്രീ ഫോം കാറ്റഗറി, അതുപോലെ തന്നെ ഹോൾ ഇമേജും, അതുപോലെ തന്നെ 1:1. ഇതിൽ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. എനിക്ക് വേണ്ടത് ഇത് ഹോൾ ഇമേജ്, ഈ ഇമേജ് ഒന്ന് എക്സ്പാൻഡ് ആവണം. അതുകൊണ്ട് ഞാൻ ഹോൾ ഇമേജ് സെലക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ എക്സ്പാൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. വൗ, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഇമേജിനേക്കാൾ എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. നമുക്ക് കണ്ട സെയിം രീതിയിലുള്ള ഒരു ഇമേജിനെ കറക്റ്റായിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് 4 ഓപ്ഷൻ നമുക്കിവിടെ വരുന്നുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഫ്ലവർ വൈസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം. നാലാമത്തെ നമുക്ക് നോക്കാം. വൗ, എനിക്കിതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് എനിക്ക് രണ്ടാമത്തെ ഒരു എക്സ്പാൻഷനാണ്. ഓക്കെ, ഇത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് ഒരു കണ്ടിന്യൂറ്റി നമുക്കിവിടെ ഫീൽ ചെയ്യും. ഓക്കെ, സോ ഇതാണ് നമ്മൾ മാജിക് എക്സ്പാൻഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഇമേജിനെ നമുക്ക് ഡൺ ക്ലിക്ക് ചെയ്യാം. ക്ലിയർ ആയില്ലേ മാജിക് എക്സ്പാൻഡ് ടൂൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്? മാജിക് സ്റ്റുഡിയോയുടെ നെക്സ്റ്റ് ഫീച്ചറായ മാജിക് എഡിറ്റിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം. എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മാജിക് സ്റ്റുഡിയോയിൽ നമ്മൾ മാജിക് എഡിറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ,
ഇവിടെ നമുക്ക് ബ്രഷ് സൈസ് കൊണ്ട് ക്ലിക്ക് ഉണ്ട്. ഞാനിവിടെ ബ്രഷ് സൈസ് സെലക്ട് ചെയ്തു. ബ്രഷ് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ എവിടെയെങ്കിലും നമുക്കൊരു ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് നോക്കാം. ഞാനിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് വരച്ചു. ഓക്കെ, ഇനി നമുക്കിവിടെ പ്രോംപ്റ്റ് ചെയ്യാം. ഞാനിവിടെ കൊടുക്കുന്ന ഒരു ഫ്ലവർ വൈസ് എനിക്ക് വേണം. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നു എ ഫ്ലവർ വൈസ്. ഓക്കെ, ഞാനിവിടെ ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് 4 ഓപ്ഷനിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. വളരെ ക്യൂട്ടായിട്ടുള്ള ഫ്ലവർ വൈസ് ഉണ്ട്. സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. സോ നൈസ്. തേർഡ് ഓപ്ഷൻ, അതുപോലെ ഫോർത്ത് ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമായ എന്ത് ഓബ്ജക്റ്റുകൾ വേണമെങ്കിലും നമുക്ക് മാജിക് എഡിറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാനിത് ക്യാൻസൽ ചെയ്ത് കൊടുത്തു. വീണ്ടും ഞാൻ ഇമേജ് സെലക്ട് ചെയ്ത് കൊടുത്തു. എഡിറ്റ് പോയി. മാജിക് സ്റ്റുഡിയോ സെലക്ട് ചെയ്ത് കൊടുത്തു. വീണ്ടും ഞാൻ മാജിക് എഡിറ്റ് സെലക്ട് ചെയ്തു. ഓക്കെ, ഇവിടെ ഞാൻ ജസ്റ്റ് ഡ്രോ ചെയ്ത് എനിക്കിവിടെ ഇതിൻ്റെ ബ്രഷ് സൈസ് ഒന്ന് കുറയ്ക്കണം. ഞാനിവിടെ ഇവിടെ ജസ്റ്റ് നമുക്ക് ഡ്രോ ചെയ്യാം. നമുക്കിവിടെ ജസ്റ്റ് കൊടുത്തു നോക്കാം. ക്യൂട്ട് പപ്പി, ക്യൂട്ട് ക്യാറ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. നൈസ് ആയിട്ടുണ്ട്. സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. തേർഡ് ഓപ്ഷൻ നോക്കാം നമുക്ക്. അതുപോലെ ഫോർത്ത് ഓപ്ഷൻ നോക്കാം. ഓക്കെ, വളരെ നൈസായിട്ടുള്ള ഒരു AI ഇമേജ് മീൻസ് ഒരു AI ജനറേറ്റീവ് ആയിട്ടുള്ള ഒരു ഇമേജ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഡൺ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്കിത് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഞാനിത് ക്യാൻസൽ ചെയ്തു. ഇത് ക്ലോസ് ചെയ്തു. സോ ക്ലിയർ ആയില്ലേ എന്തിനാണ് നമുക്ക് മാജിക് എഡിറ്റ് എന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്? മാജിക് സ്റ്റുഡിയോയുടെ നെക്സ്റ്റ് ഫീച്ചറായ മാജിക് ഗ്രാബിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അതിനുവേണ്ടി നമുക്കൊരു ഇമേജ് ഇങ്ങോട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ പൊസിഷൻ നമുക്ക് കറക്റ്റായിട്ട് സെൻറ്റർ മിഡിലാക്കി കൊടുക്കാം. ഓക്കെ, സോ ഇമേജ് സെലക്ട് ചെയ്തു. എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് മാജിക് ഗ്രാബ് എന്ന ഓപ്ഷൻ കാണാം. ഞാൻ മാജിക് ഗ്രാബ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇവിടെ ക്ലിക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു. എനിക്ക് ഇവിടുന്ന് മാറ്റേണ്ട ഒരു ഓബ്ജക്റ്റ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഓബ്ജക്റ്റ്, നമുക്ക് ഏത് ഓബ്ജക്റ്റാണ് മാറ്റുന്ന ആ ഓബ്ജക്റ്റ് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ഓബ്ജക്റ്റ് എനിക്ക് ഇവിടുന്ന് മൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഓബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഗ്രാബ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഈ ഗ്രാബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഓബ്ജക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് മാറ്റാം. ഇവിടെ കണ്ടില്ലേ, പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. കാരണം ബാക്ക്ഗ്രൗണ്ട് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഓബ്ജക്റ്റ് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ഈ ഓബ്ജക്റ്റ് നമുക്ക് കറക്റ്റായിട്ട് നമുക്കത് പ്ലേസ് ചെയ്ത് വയ്ക്കാം. കറക്റ്റായില്ലേ? ഇപ്പോൾ ഞാനിവിടെ നിന്ന് ഈ ഓബ്ജക്റ്റ് കറക്റ്റായിട്ട് ഈ ഓബ്ജക്റ്റിൻ്റെ ഈ പൊസിഷനിൽ നിന്ന് ഈ പൊസിഷനിലേക്ക് ഓബ്ജക്റ്റ് ഞാൻ മാറ്റി വെച്ചു. ഓക്കെ, സോ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാജിക് ഗ്രാബ് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? മാജിക് സ്റ്റുഡിയോയുടെ നെക്സ്റ്റ് ഫീച്ചറായ മാജിക് ഇറേസർ. നമുക്ക് മാജിക് ഇറേസർ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമുക്കൊരു ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഇമേജ് സെലക്ട് ചെയ്ത് കൊടുത്തു. നമുക്ക് എഡിറ്റിലോട്ട് പോവാം. ഇവിടെ നമുക്ക് മാജിക് സ്റ്റുഡിയോയിൽ നമുക്കിവിടെ മാജിക് ഇറേസർ എന്ന ഓപ്ഷൻ ഉണ്ട്. മാജിക് ഇറേസർ എന്ന ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ ഞാൻ കുറച്ച് ബ്രഷ് സൈസ് ഞാൻ കുറച്ച് കൂട്ടി. ഓക്കെ, ഇവിടെ കണ്ണട എനിക്കിവിടെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ കണ്ണട സെലക്ട് ചെയ്ത് എനിക്കിവിടെ കറക്റ്റായിട്ട് എനിക്കിവിടെ ഇറേസ് ചെയ്ത് കളയണം. ഓക്കെ, ഞാൻ ഇറേസ് ചെയ്യുന്ന ഓബ്ജക്റ്റ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ ഇറേസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഓബ്ജക്റ്റ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഇമേജിൽ നിന്ന് റിമൂവ് ആയി പോയിട്ടുണ്ട്. ഓക്കെ, സോ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാജിക് ഇറേസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മാജിക് സ്റ്റുഡിയോയുടെ നെക്സ്റ്റ് ഫീച്ചറായ BG റിമൂവർ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഞാനൊരു ഇമേജ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഒരു പ്രൊഫൈൽ ഇമേജ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇമേജ് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് എഡിറ്റിലോട്ട് പോവാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ട് BG റിമൂവർ. അല്ലെങ്കിൽ നമുക്ക് എഡിറ്റിലേക്ക് പോവാം. നമുക്കിവിടെ മാജിക് സ്റ്റുഡിയോയുടെ BG റിമൂവർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഇമേജിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. സോ മാജിക് സ്റ്റുഡിയോയുടെ BG റിമൂവർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഏതൊരു ഇമേജിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇറേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിത് റിമൂവ് ചെയ്ത് കളഞ്ഞു. നമുക്ക് നെക്സ്റ്റ് ഒരു ഇമേജ് പ്ലേസ് ചെയ്ത് നോക്കാം. ഞാൻ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് കൊടുത്തു. വേണ്ട, നമുക്കത് റിമൂവ് ചെയ്യാം. ഒരു ഫുൾ ഫോട്ടോ നമുക്ക് വേണം.
ഞാൻ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് കൊടുത്തു. ജസ്റ്റ് ഞാനത് ഒന്ന് എക്സ്പാൻഡ് ചെയ്തു ഇമേജ്. ജസ്റ്റ് പൊസിഷനിലേക്ക് പോവാം. ഞാനത് മിഡിലായിട്ടും സെൻറ്ററായിട്ടും ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇമേജ് സെലക്ട് ചെയ്ത് കൊടുത്തു. നമുക്കിവിടെ എഡിറ്റ് ഓപ്ഷനിൽ പോയിട്ട് നമുക്കിവിടെ മാജിക് സ്റ്റുഡിയോയുടെ BG ഇമൂവർ സെലക്ട് ചെയ്ത് കൊടുക്കാം. വൗ, വളരെ നൈസായിട്ട് നമ്മുടെ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റി. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് എന്തൊരു ഇമേജും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോയും നമുക്ക് ഇതിൽ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ക്ലിയർ ആയില്ലേ? ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ക്യാൻവയുടെ ലേറ്റസ്റ്റ് AI ഫീച്ചറായ മാജിക് സ്റ്റുഡിയോയെ കുറിച്ച് പഠിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ക്യാൻവയുടെ ലേറ്റസ്റ്റ് AI ഫീച്ചറായ മാജിക് സ്റ്റുഡിയോയെ കുറിച്ച് നിങ്ങൾ പഠിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെലൈക്കൺ അമർത്തി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ടിൽ ദെൻ ബൈ.